ഫ്ലഡ് ഡിസ്ട്രോയർ എന്ന് പേരിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ആളില്ലാ ബോട്ട് ജൂൺ 23-ന് ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ട്രാൻസ് വേൾഡ് നാവിഗേറ്റർ കപ്പലിന് നേരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഹൂതികൾ. ഹൂതി വലയത്തിൽ അകപ്പെട്ട കപ്പൽ ഫ്ലഡ് ഡിസ്ട്രോയറിന് സമീപത്തേക്ക് വരുന്നതും എത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഹൂതിയുമായി ബന്ധമുള്ള യമൻ വാർത്താ ഏജൻസി പറയുന്നതനുസരിച്ച് 1000 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരമുള്ള യുദ്ധമുന വഹിക്കുന്ന ഉയർന്ന വിനാശക ശേഷിയുള്ള പ്രാദേശികമായി നിർമ്മിച്ച പുതിയ ആളില്ലാ ആക്രമണ ബോട്ടാണ് ഫ്ലഡ് ഡിസ്ട്രോയർ. മാനുവൽ, റിമോട്ട് കൺട്രോൾ എന്നിവയ്ക്കായി നൂതന സാങ്കേതിക വിദ്യയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 45 നോട്ടിക്കൽ മൈൽ വേഗതയിൽ എല്ലാ സമുദ്ര സാഹചര്യങ്ങളിലും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ച ട്രാൻസ് വേൾഡ് നാവിഗേറ്ററിലെ 27 ഫിലിപ്പീനോ ക്രൂ അംഗങ്ങളിൽ 5 പേർ ജൂൺ 30 ഉച്ചയോടെ ഫിലിപ്പീൻസിലെത്തിയതായി മൈഗ്രന്റ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 27 ഫിലിപ്പീനോ ജീവനക്കാരിൽ ഒരാൾക്ക് കപ്പലിന്റെ ഗ്യാസ് തകർന്ന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഗസ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ലക്ഷ്യമിടുമെന്ന് ഹൂതി സേന അറിയിച്ചിരുന്നു. രാജ്യവുമായി ഇടപെടുന്നതിനെതിരെ കമ്പനികൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക ഇടപെടലിനുള്ള പ്രതികരണമാണ് നടത്തിയതെന്നും പറഞ്ഞു. അതേസമയം യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ യുഎസും യുകെയും ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണത്തിന് ശേഷം പ്രതിരോധ നടപടിയെന്നാണ് ജോ ബൈഡൻ ഈ കാര്യത്തെ വിശേഷിപ്പിച്ചത്. ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്ന് ഓപ്പറേഷന് പിന്തുണയും ലഭിച്ചിരുന്നു.